എല്ലാവർക്കും SP ജോക്കോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ നോൺ എക്സിക്യൂട്ടീവ് തസ്തികയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സ്ഥിര നിയമനമാണ്. 90 ഒഴിവുകൾ ആണ് നിലവിൽ വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ തസ്തിക അക്കൗണ്ടൻറ്റ്. ബേസിക് പേ 28,600 മുതൽ 1,15,000 ആണ്. മിനിമം ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് MCOM വിത്ത് അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് ആസ് എ സ്പെഷ്യൽ സബ്ജക്റ്റ് വിത്ത് 5 years എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ BCom വിത്ത് 7 years എക്സ്പീരിയൻസ്. വേക്കൻസി എന്ന് പറയുന്നത് 23 ആണ്. SC 4, ST 2, OBC നോൺ ക്രീമി ലെയർ 5, EWS 2, UR 10 എന്നിങ്ങനെയാണ്. അടുത്തത് ജൂനിയർ അസിസ്റ്റൻറ്റ്. ഇതിൻ്റെ പേ സ്കെയിൽ 21,500 മുതൽ 86,000 ആണ്. വിദ്യാഭ്യാസ യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കൂടാതെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനുള്ള അറിവ്, അതായത് MS വേർഡ്, Excel, കൂടാതെ ഇംഗ്ലീഷ് 40 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. വേക്കൻസി 25. SC 4, ST 2, OBC നോൺ ക്രീമി ലെയർ 6, EWS 2, UR 11 എന്നിങ്ങനെയാണ്. അടുത്തത് ജൂനിയർ ഇൻസ്പെക്ടർ. പേ സ്കെയിൽ 21,500 മുതൽ 86,500. വിദ്യാഭ്യാസ യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ബോർഡിൽ നിന്നോ ഉള്ള +2 അല്ലെങ്കിൽ തത്തുല്യം, കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട്. വേക്കൻസി 42. SC 7, ST 4, OBC നോൺ ക്രീമി ലെയർ 10, EWS 4, UR 17 എന്നിങ്ങനെയാണ്. പ്രായം കണക്കാക്കുന്നത് 1 സെപ്റ്റംബർ 2024 അനുസരിച്ചാണ്. ജനറൽ, EWS, OBC ക്രീമി ലെയർ എന്നീ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാക്സിമം ഏജ് 30 വയസ്സാണ്. OBC നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ വരുന്നവർക്ക് 33 വയസ്സ്, SC ST കാറ്റഗറിയിൽ വരുന്നവർക്ക് 35 വയസ്സ്, PWBD കാറ്റഗറിക്ക് 40 വയസ്സ് എന്നിങ്ങനെയാണ്. സെലക്ഷൻ ക്രൈറ്റീരിയ ആൻഡ് പ്രോസസ്. അക്കൗണ്ടൻറ്റ് തസ്തികയിൽ സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. സെക്കൻഡ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ക്വാളിഫയിങ് പാരാമീറ്റർ, അതായത് CBTയുടെ മാർക്സ് ആണ്. ജനറൽ, OBC, EWS, എക്സ് സർവീസ്മാൻ എന്നീ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 50% മാർക്ക് വേണം ക്വാളിഫൈ ചെയ്യാൻ. SC ST PWBD കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ 45%. ആദ്യഘട്ടമായ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നിന്ന് 1:5 റേഷ്യോയിലാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സ്റ്റേജിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു വേക്കൻസിയിലേക്ക് 5 പേരെയാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത്. അടുത്തത് ജൂനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റ്. സ്റ്റേജ് 1 വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും ആയിരിക്കും. സ്റ്റേജ് 2 ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ക്വാളിഫയിങ് പാരാമീറ്റർ നേരത്തെ അക്കൗണ്ടൻറ്റ് പോസ്റ്റിൽ പറഞ്ഞ അതേ പാരാമീറ്റർ തന്നെയാണ് ഇവിടെയും വരുന്നത്. കൂടാതെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. ടൈപ്പിംഗ് ടെസ്റ്റ് ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 40 വേർഡ്സ് പെർ മിനിറ്റ്, 35 വേർഡ്സ് പെർ മിനിറ്റ് ഫോർ PWBD കാറ്റഗറിക്കാണ്. അടുത്തത് ജൂനിയർ ഇൻസ്പെക്ടർ. സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, സ്റ്റേജ് 2 ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, സ്റ്റേജ് 3 ട്രേഡ് ടെസ്റ്റ്. ഈ 3 സ്റ്റേജിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ പട്ടിക തയ്യാറാക്കുന്നത്. ക്വാളിഫയിങ് പാരാമീറ്റർ നേരത്തെ പറഞ്ഞ അതേ തസ്തികയുടെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ട്രേഡ് ടെസ്റ്റിൻ്റെ ക്വാളിഫയിങ് പാരാമീറ്റർ എന്ന് പറയുന്നത് ജനറൽ, OBC, EWS എന്നീ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 60%, SC ST കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 55%മാണ് വേണ്ടത്. അപേക്ഷാ ഫീസ് ജനറൽ, എക്സ് സർവീസ്മാൻ, OBC ക്രീമി ലെയർ, നോൺ ക്രീമി ലെയർ, EWS എന്നീ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 250 രൂപയാണ് അപേക്ഷാ ഫീസായി വരുന്നത്. SC ST PWBD കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 മണിക്കൂറാണ് പരീക്ഷാ സമയം. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് വീതമാണ് ശരിയുത്തരത്തിന് ലഭിക്കുന്നത്. തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കില്ല. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 30 സെപ്റ്റംബർ 2024 www.jutecorp.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടി വിജ്ഞാപനം കാണുക. നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഓൺലൈൻ അപേക്ഷ കൊടുക്കുവാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു സുവർണാവസരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ
ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്